എന്താണ് സിറ്റുവേഷൻഷിപ്പ്? ചില പ്രത്യേക സാഹചര്യങ്ങൾ അനുകൂലമായി വരുന്നത് കൊണ്ട് മാത്രം ഉണ്ടായിപ്പോയ ഒരു അടുപ്പത്തെയാണ് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻഷിപ്പിൽ ഫിസിക്കൽ ഇന്റിമസി വളരെ കൂടുതലായിരിക്കും. ആ നിമിഷങ്ങളെ നിങ്ങൾക്ക് പ്രണയത്തെക്കാളും മനോഹരമായിട്ട് തോന്നിക്കുകയും ചെയ്യും. നിങ്ങൾക്കുള്ളത് ഒരു റിലേഷൻഷിപ്പ് ആണോ അതോ സിറ്റുവേഷൻഷിപ്പ് മാത്രമാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഒരു കാര്യം, നിങ്ങളുടേത് സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിൽ അധികകാലം അതിൽ തുടരാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഒരു പരിധി കഴിയുമ്പം ഈ രണ്ടുപേരിൽ ഒരാൾ റിലേഷൻഷിപ്പിലേക്ക് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻഷിപ്പ് എന്നുള്ളത് ഒന്ന് അതിജീവിച്ചു പോകാൻ വളരെയധികം ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ എങ്ങനെ മനസ്സിലാക്കാം നിങ്ങൾക്ക് ഉള്ളത് സിറ്റുവേഷൻഷിപ്പ് ആണെന്ന്? ഒന്നാമത്തേത്, ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഒരേപോലെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളുടെ റിപ്പീറ്റേഷനിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നായിരിക്കും നിങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെന്റ്. രണ്ട്, തുടക്കത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും ഇത് വർക്ക് ആവാൻ പോകുന്ന ഒന്നല്ലെന്നും ഇത് സ്വന്തമാക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നും നല്ല ഉറപ്പുണ്ടായിരിക്കും. ഇപ്പോഴും നിങ്ങൾക്കത് അറിയാമെങ്കിലും മനസ്സ് ചിലപ്പോൾ അതെങ്ങനെയാണ് എന്ന് സമ്മതിച്ച് തരുന്നുണ്ടാവില്ല. നമ്പർ 3, ഇൻകൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ പരസ്പരം കീപ്പ് ചെയ്യുന്ന കോണ്ടാക്ട് എപ്പോഴും ഒരു കൺസിസ്റ്റന്റ് ആയിരിക്കില്ല. ഒട്ടും അവൈലബിൾ അല്ലാത്ത ഒരവസ്ഥയായിരിക്കാം. തീർത്തും ആ ആൾ മാറി നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഒരു മെസ്സേജിന്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് 10-12 മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരാം. ചിലപ്പോൾ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരാം. അത്തരത്തിലുള്ള ഇൻകൺസിസ്റ്റൻസി, നോട്ട് ഓൺലി മെസ്സേജസ് ഓർ കോൾസ്, ഫിസിക്കലായിട്ട് നിങ്ങൾ കാണുന്നതോ സംസാരിക്കുന്നതോ കണ്ടുമുട്ടുന്നതോ ഒക്കെ നിങ്ങൾക്ക് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് അനുഭവപ്പെടും. വീക്കെൻഡ്സിൽ അവൈലബിൾ അല്ലാതിരിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സൂചകം. ജോലി സംബന്ധമായിട്ടോ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേക കമ്മിറ്റ്മെന്റിന്റെ മേഖലയിൽ വെച്ച് നിങ്ങൾ പരിചയപ്പെടുന്ന ഒരാളാണെങ്കിലാണ് ഈ വീക്ക് ഡേയ്സിൽ മാത്രം കാണാനും സംസാരിക്കാനും കൂടുതൽ അടുപ്പം ഉണ്ടായിരിക്കാനും സാധ്യത. വീക്കെൻഡ്സിൽ പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി പോയതുപോലുള്ള ഒരു അവസ്ഥയും. ഇനി അതല്ല, വീക്കെൻഡ്സിലാണ് നിങ്ങൾക്ക് കൂടുതൽ അടുപ്പം ഉണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഒൺലി അതൊരു വീക്കെൻഡ്സിൽ മാത്രമേ റിപ്പീറ്റേഷൻ ഉണ്ടാവുകയുള്ളൂ. വീക്ക് ഡേയ്സിൽ തീർത്തും അവൈലബിൾ അല്ലാത്ത ഒരു അവസ്ഥയിലും ആയിരിക്കും. നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ ഈസ് മാഗ്നറ്റിക് പുഷ് ആൻഡ് പുൾ ഓഫ് ഈച്ച് അതർ. ചില സമയത്ത് നമ്മൾ തന്നെ പറയും, ഇത് എത്ര നാളും നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇത് അധിക നാളം നിൽക്കുമെന്ന് തോന്നുന്നില്ല, നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇത് നമുക്ക് നിർത്തി പോകുന്നതാണ് താങ്കളുടെ ലൈഫിന് നല്ലത്, അല്ലെങ്കിൽ മറ്റാൾ പറയാണ് ഇതേ കാര്യങ്ങൾ ഓപ്പോസിറ്റ്. ഇത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പുഷ് ആൻഡ് പുൾ ഒരു പലപ്പോഴും അനുഭവപ്പെടുകയും ഇതിന്റെയൊക്കെ എൻഡ് എന്ന് പറയുന്നത് വീണ്ടും ആ ഒരു പരസ്പര ആകർഷണം ഉണ്ട് എന്നുള്ള ഒരു പോയിന്റിൽ എത്തുകയും വീണ്ടും ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. വീണ്ടും മറ്റൊരു പോയിന്റ് എത്തുമ്പോൾ ഇതേ റിപ്പീറ്റേഷൻ, ഇത് അവസാനിപ്പിക്കാൻ ഇത് എത്ര നാളാണ്, ഇത് കൂടുതൽ അടുപ്പമായി കഴിയുമ്പോൾ ഇതിനേക്കാളും ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ളൊക്കെയുള്ള മ്യൂച്വൽ ആയിട്ടുള്ള സംസാരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ നമ്മുടെ ചുറ്റുമുള്ള മറ്റെല്ലാ റിലേഷൻഷിപ്പിനേക്കാളും നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ആയിട്ട് മാറുകയും എന്നാൽ ഇതൊരു റിലേഷൻഷിപ്പ് അല്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യം ഉണ്ടായിരിക്കുകയും യാതൊരു ഭാവി നമുക്ക് നോക്കി കാണാനോ നമുക്ക് ചിന്തിക്കാനോ പറ്റാത്തതും പരസ്പരം യാതൊരു ബന്ധവും കൽപ്പിക്കാൻ പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ള ഒന്നാണ് സിറ്റുവേഷൻഷിപ്പ്. സിറ്റുവേഷൻഷിപ്പ് ഒരു പരിധി വരെ പല സങ്കടങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു റിലീഫ് സോൺ ആയിട്ടൊക്കെ അനുഭവപ്പെടാം. ഒരുപാട് സന്തോഷവും സ്നേഹവും കിട്ടുന്നതായിട്ടും അനുഭവപ്പെടാം. പക്ഷേ ഒരു മിഥ്യാധാരണ അല്ലെങ്കിൽ ഒരു പ്രഭാവലയം എന്നൊക്കെ പറയില്ലേ, അതിനപ്പുറം ഇതൊരു ശൂന്യത മാത്രമാണ് സിറ്റുവേഷൻഷിപ്പ്. സോ ാണ് എല്ലാവരും സിറ്റുവേഷൻഷിപ്പിലേക്ക് എത്തിപ്പെടുന്നത്. അത് ഏതെങ്കിലും ഒരു പോയിന്റില് നിങ്ങളുടെ മനസ്സ് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യണം എന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്ന സമയത്ത് അതിൽ നിന്നിട്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക. അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കത് സിറ്റുവേഷൻഷിപ്പായിട്ട് മാത്രം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അറ്റാച്ച്മെന്റ് ആണ് എന്ന് നിങ്ങൾക്കൊരു റിയലൈസേഷൻ വളരെ തുടക്കത്തിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സ്റ്റെപ്പ് ബാക്ക്. ചില കാര്യങ്ങൾ നമ്മൾ ലെറ്റ് ഇറ്റ് ബി, ലെറ്റ് ഇറ്റ് ഗോ, അവിടെയാണ് നമുക്ക് പീസ് ഉണ്ടാവുക. അതായത് ചൂസ് പീസ് ഓവർ പ്ലഷർ. നമുക്ക് കിട്ടുന്ന ഒരു ഷോർട്ട് ടേം ഹാപ്പിനെസ്സിനെക്കാളും നമുക്ക് സമാധാനം തന്നെയാണ് വലുത്. നമ്മുടെ ജീവിതത്തിലെ ഒരു ആള് വന്ന് നമുക്ക് കുറെ കാര്യങ്ങളിൽ നിന്നിട്ടൊരു റിലീഫൊക്കെ കിട്ടി, അതിനേക്കാളും വലിയൊരു സങ്കടത്തിലേക്ക് നമ്മൾ വീണു പോകുമ്പോൾ ആ ആളും ഇല്ല, അതുവരെ ഉണ്ടായിരുന്ന ഒന്നുമില്ല, കുറെ ഓർമ്മകൾ മാത്രം ഉണ്ടാവുകയും അത് നമ്മളെ ഹോണ്ട് ചെയ്യുന്നതിനേക്കാളും ഒക്കെ എല്ലാത്തിനേക്കാളും നല്ലതെന്ന് പറയുന്നത് തുടക്കത്തിൽ നമ്മൾ സേഫ് സോണിൽ ഇരിക്കുക എന്നുള്ളതാണ്, സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്.
ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഫ്ലാഗ് അല്ലെങ്കിൽ ഒരുപാട് ഗ്രീൻ ഫ്ലാഗ്സ് ഉള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. സോ ഒരു ടോക്സിക് റിലേഷൻഷിപ്പോ ഒരു ബാഡ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ് ഫേവറബിൾ ആവുമ്പോൾ മാത്രം ഉണ്ടാവുന്ന സിറ്റുവേഷൻഷിപ്പോ ഒന്നും അല്ല നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്. അതിനേക്കാളും ഉപരി കുറച്ചുകൂടി വാല്യുബിൾ ആണ് നിങ്ങൾ എന്നുള്ള ഒരു ധാരണ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കൂടിയാണ്.